അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല. ഒരു കൂട്ടര് ജീവിതത്തിൽ ബലഹീനരാണെന്ന് അറിയുന്നവര്, മറ്റവര് അറിയാൻ പോകുന്നവര്. ഇങ്ങോട്ട് വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്, ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്. കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതിന്റെ വില കുരിശിൽ വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വ്യക്തിജീവിതത്തിൽ, നമ്മുടെ കുടുംബാംഗങ്ങളിൽ നിന്നോ ഒക്കെ, പ്രത്യേകിച്ച് ജീവിത പങ്കാളിയിൽ നിന്ന് എല്ലാം എന്തെങ്കിലും വളരെ വേദനാജനകമായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കും, ദൈവമേ, ഇതൊന്നും മറക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന്. അത് തലയിലിങ്ങനെ ശക്തമായി ഉദിച്ചു നിൽക്കുന്നത് കൊണ്ട് നമുക്ക് മിണ്ടാൻ പറ്റുന്നില്ല, ജീവിത പങ്കാളിയോട് സംസാരിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ആഗ്രഹിക്കും, ഇതെങ്ങനെയെങ്കിലും ഒന്ന് മറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന്. എന്നാൽ മറക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പുരുഷന്മാർക്ക് മറക്കാനായിട്ട് വളരെ എളുപ്പമാണ് എന്നാണ് പറയുക. അതിന് കാരണം പറയുന്നത്, ഒരാൺകുട്ടി ഈ ഭൂമിയിലേക്ക് പിറക്കുമ്പോൾ നമ്മുടെ തലയുടെ ലെഫ്റ്റും റൈറ്റും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കോർപ്പസ് കൊളോസം എന്ന് പറഞ്ഞ ടണല് അതുവഴി ചുരുങ്ങുന്നു. അതുകൊണ്ട് പുരുഷന്മാരുടെ തലയുടെ പ്രത്യേകത ഒന്നിലെ ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ്, അതിലേതെങ്കിലും ഒരു വശമായിരിക്കും സജീവമായി പ്രവർത്തിക്കുക. അത് പ്രവർത്തിക്കുമ്പോൾ മറ്റേ വശം റെസ്റ്റിലാണ്. അതുകൊണ്ടാണ് പുരുഷന്മാർക്ക് മറക്കാനായിട്ട് വളരെ എളുപ്പമാണ്. സാധാരണ പുരുഷന്മാർ എങ്ങനെയാണ് മറക്കുക? അവരേതെങ്കിലും ജോലിയിൽ ഏർപ്പെടുമ്പോൾ അവർക്ക് മറക്കാൻ സാധിക്കും. അവർ ആ രംഗത്ത് നിന്ന് കുറച്ച് നേരത്തേക്ക് മാറി നിൽക്കുന്നു, ഒന്ന് കൂട്ടുകൂടുന്നു, ക്ലബിൽ പോകുന്നു, പുറത്തിറങ്ങി നടക്കുന്നു, വേറെ ഏതെങ്കിലും കാര്യങ്ങളിൽ വ്യാപൃതനായി തീരുന്നു. അപ്പോൾ അവർക്ക് മറക്കാൻ സാധിക്കും. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ തലയുടെ ലെഫ്റ്റും റൈറ്റും ഒരുപോലെ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നതുകൊണ്ടോ ഏതെങ്കിലും ജോലിയിൽ ഏർപ്പെട്ടതുകൊണ്ടോ ഒന്നും അവർക്ക് അങ്ങനെയൊന്നും മറക്കാൻ പറ്റുകയില്ല. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പിന്നെ അവരെങ്ങനെ കൈകാര്യം ചെയ്യും എന്നതാണ്. അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുവാൻ അവർക്ക് ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അവരെ മനസ്സിലാക്കുന്ന ആരോടെങ്കിലും തുറന്ന് പറയുക എന്നതാണ് അവർക്കുള്ള ഏക മാർഗം. അതുകൊണ്ട് അവരെപ്പോഴും ഇങ്ങനെ തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം അങ്ങനെ പറയുന്നത് ഒരു വിധത്തിൽ പറഞ്ഞാൽ അവർക്ക് തന്നെ സൗഖ്യം കൊടുക്കുകയാണ്. അങ്ങനെ മാത്രമേ അവർക്ക് അവരുടെ പ്രശ്നങ്ങളെ നേരിടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് പലപ്പോഴും സ്ത്രീകൾ അവർ പഴയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയും. അങ്ങനെ പറയുന്നത് ഒരിക്കലും ഭർത്താവിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഷെയർ ചെയ്താണ് അവർക്ക് അവരുടെ മനസ്സിനെ ശാന്തതയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. ബയോളജിക്കലായിട്ട് ദൈവം അങ്ങനെ ഒരു സിസ്റ്റമാണ് അവരിൽ വെച്ചിരിക്കുന്നത്.
അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും പ്രയാസമോ വിഷമതയോ ഉണ്ടായാൽ അവർക്കത് പറയാതെ അവർക്ക് ആ പ്രശ്നത്തിൽ നിന്ന് മോചനം പ്രാപിക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് അങ്ങനെയായിരിക്കെ ഒരു ഭർത്താവ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, ഞാൻ എൻ്റെ ഭാര്യയെ കേൾക്കുവാൻ ബോധപൂർവം കുടുംബത്തിൽ സമയം മാറ്റിവെക്കുന്നില്ല എങ്കിൽ നമ്മുടെ കുടുംബം ഒരു നരകമായി മാറും. നീ എത്ര വിശുദ്ധനാണ് എങ്കിൽ പോലും, നീ എത്ര നല്ല മനുഷ്യനാണ് എങ്കിൽ പോലും, നീ ഭാര്യയെ കേൾക്കുവാനായിട്ട് നിന്റെ കുടുംബത്തിൽ സമയം മാറ്റിവെക്കുന്നില്ല എങ്കിൽ നിന്റെ കുടുംബം ഒരു നരകമായി മാറും. എല്ലാ പുരുഷന്മാർക്കും തന്നെ അറിയാം ഭാര്യയെ കേൾക്കേണ്ടതാണ് എന്ന കാര്യം. പക്ഷേ പലപ്പോഴും പുരുഷന്മാർ അങ്ങനെയോട് കേൾക്കാനായിട്ട് ഇരുന്നു കൊടുക്കാറില്ല. എന്തുകൊണ്ടാണ് പുരുഷന്മാർ ഭാര്യയെ കേൾക്കാൻ പലപ്പോഴും മനസ്സ് കാണിക്കാത്തത് എന്ന് ചോദിച്ചാൽ അതിന് പല കാരണങ്ങൾ പറയാറുണ്ട്. ഒരു കാരണം ഇതാണ്, സ്ത്രീകൾ സംസാരിക്കുമ്പോൾ അവർ ഒരു പ്രശ്നം പറഞ്ഞ് ആരംഭിക്കുന്നു, പിന്നെ പറയുന്നത് ആ പ്രശ്നവുമായി ബന്ധമൊന്നുമില്ല, പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇതൊന്നുമല്ലാത്ത വേറൊരു കാര്യം പറഞ്ഞായിരിക്കും അവസാനിപ്പിക്കുക. അപ്പോൾ ഈ കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ആണുങ്ങളുടെ തലയ്ക്ക് അത് കേട്ടിരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കുറച്ചു നേരം കേട്ട് കഴിയുമ്പോഴേക്കും പുരുഷന്മാർ ഇങ്ങനെ പറയും, നിനക്കെന്താ വേണ്ടത്, നീ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം ഈ കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇവളെന്താ പറയുന്നത് അതങ്ങോട്ട് കേട്ടിരിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. നിനക്കെന്താ പറയാനുള്ളത്, നീ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കൂ എന്ന് ഭർത്താവ് പറഞ്ഞു കഴിയുമ്പോൾ വീണ്ടും അവൾ പറഞ്ഞു തന്നെ വീണ്ടും തുടങ്ങുക, വീണ്ടും ആരംഭത്തിൽ നിന്ന് വീണ്ടും ആരംഭിക്കുകയായി. പ്രൈസ് ദി ലോർഡ്. കാരണം അവളെ സംബന്ധിച്ചിടത്തോളം ഷെയറിംഗ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ ഭർത്താക്കന്മാർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, കണക്ഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നമ്മുടെ കുടുംബം നരകമാകാതിരിക്കണമോ നമ്മൾ ഭാര്യയെ കേട്ടേ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഭർത്താവ് ഭാര്യയെ കേൾക്കാത്തതിൻ്റെ മറ്റൊരു കാരണം, അടിസ്ഥാനപരമായ ഒരു കാരണം പറയുന്നത്, പുരുഷന്മാരുടെ തല എപ്പോഴും ഒരു പ്രോബ്ലം കേട്ട് കഴിഞ്ഞാൽ അതിനൊരു സൊല്യൂഷൻ ആലോചിക്കുന്ന തലയാണ്. ഇപ്പോൾ ഒരു പ്രോബ്ലം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അതിനെന്താണ് ഒരു സൊല്യൂഷൻ, അങ്ങനെ സൊല്യൂഷൻ കൊടുക്കുക എന്നതാണ്, ആ രീതിയിലാണ് പുരുഷന്മാർ ചിന്തിക്കുക. ഇപ്പോൾ ഭാര്യ ഒരു പ്രോബ്ലം പറയുന്നു, ഉടനെ തന്നെ ഭർത്താവ് അതിനൊരു സൊല്യൂഷൻ പറയുന്നു. അങ്ങനെ സൊല്യൂഷൻ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മുടെ സൊല്യൂഷനൊന്നും അവർ കേൾക്കാനിരിക്കാറില്ല. പ്രൈസ് ദി ലോർഡ്. നീ സൊല്യൂഷൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അവൾ വേറൊരു പ്രോബ്ലം പറയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി നീ അതിനും ഒരു സൊല്യൂഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവൾ ഒരു സൊല്യൂഷൻ ഇല്ലാത്തൊരു കാര്യം എടുത്തിട്ടേക്കും, ദേ കിടക്കുന്നു, പിന്നെ ഒന്നും പറയാൻ പറ്റിയല്ല. അപ്പോൾ പല പുരുഷന്മാരും വിചാരിക്കുന്നത് ഈ ഭാര്യ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു സൊല്യൂഷൻ കൊടുത്തേ പറ്റൂ എന്നാണ്. അത് ഒരു ശരിയായ ഒരു ചിന്തയല്ല. ഹല്ലേലൂയ. കാരണം അവൾ പറയുന്നത് അതൊരു ഷെയറിംഗ് ആണ്. അവൾക്ക് വേണ്ടത് അവളെ കേൾക്കണം എന്ന കാര്യമാണ്. നമ്മുടെ സൊല്യൂഷനേക്കാൾ പ്രധാനപ്പെട്ടത് അവളെ കേൾക്കുക എന്ന കാര്യമാണ്. അപ്പോൾ ചില പുരുഷന്മാർ ഇങ്ങനെ ചിന്തിക്കുന്നു, ഇവൾ പറയുന്ന കാര്യങ്ങൾക്കൊന്നും എനിക്ക് ഒരു സൊല്യൂഷനും കൊടുക്കാൻ പറ്റുകയില്ല, അതുകൊണ്ട് അവളെ കേൾക്കാതെ മാറി നടക്കുന്ന പുരുഷന്മാരുണ്ട്. കാരണം അവരുടെ വിചാരം ഭാര്യ പറയുന്ന എല്ലാ കാര്യത്തിനും ഒരു സൊല്യൂഷൻ കൊടുത്തേ പറ്റൂ എന്നാണ്. ഹല്ലേലൂയ. അത് ഒരു ശരിയായ കാഴ്ചപ്പാടല്ല. അപ്പം അങ്ങനെ ചിന്തിക്കുന്ന ചില പുരുഷന്മാരെ, ഭാര്യ എന്തെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞു, അവൾ പ്രശ്നവും പറഞ്ഞ ശേഷം കിടന്നുറങ്ങുന്നു, ഇവൻ രാത്രി എന്ന് സൊല്യൂഷൻ ആലോചിക്കുകയാണ്. അവൾ അങ്ങനെ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യും,
അങ്ങനെ പറഞ്ഞ് വിഷമിച്ചിങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ചില ശുദ്ധരായ ഭർത്താക്കന്മാർ ഭാര്യ പറയുന്ന കാര്യത്തിനൊക്കെ സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് അങ്ങനെ ആലോചിച്ച് വിഷമിച്ച് ചിലർ മെൻ്റൽ ഹോസ്പിറ്റലിൽ വരെ അഡ്മിറ്റ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭാര്യയെ കേൾക്കുക എന്ന കാര്യമാണ്. സൊല്യൂഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ കുടുംബം നരകമാകാതിരിക്കണമെങ്കിൽ നമ്മൾ ഭാര്യയെ കേട്ടേ പറ്റൂ. ഞാൻ ഈ കാര്യങ്ങൾ ഒന്നുകൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഒരു സംഭവം ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ ഒരു സ്ത്രീയെ ഭർത്താവുമായി പിണങ്ങി അവൾ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് 2 വർഷക്കാലത്തോളം അവിടെ നിന്നു. അതിനിടയിൽ അവളുടെ ഭർത്താവിൻ്റെ വികാരിയച്ഛൻ ഈ ഭർത്താവിനെ മീറ്റ് ചെയ്യുകയും അദ്ദേഹത്തെ ഉപദേശിക്കുകയും അങ്ങനെ ഒരു ധ്യാനമന്ദിരത്തിൽ കൊണ്ടുപോയി ധ്യാനം കൂട്ടുകയും ചെയ്തു. ആ ധ്യാനം കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരൻ മദ്യപാനം നിർത്തി. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും വികാരിച്ചൻ വീണ്ടും ഇയാളെ വേറൊരു ധ്യാനമന്ദിരത്തിൽ കൊണ്ടുപോയി ധ്യാനം കൊണ്ടിച്ചു. ആ ധ്യാനം കഴിഞ്ഞ് ഇയാൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇയാൾ എല്ലാ ദിവസവും പള്ളിയിൽ വരാൻ തുടങ്ങി. പള്ളിയുടെ ചില കാര്യങ്ങളിലൊക്കെ അദ്ദേഹം വളരെ സജീവമായി പങ്കുചേരാൻ തുടങ്ങി. പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ചേരാൻ തുടങ്ങി. അങ്ങനെ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് അയാൾ മാറാൻ തുടങ്ങി. അപ്പോൾ വികാരിച്ചന് മനസ്സിലായി ഇയാൾക്ക് വളരെ കാര്യമായ ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് എന്ന്. അപ്പോൾ വികാരിച്ചൻ ഒരു ദിവസം ഒരു ലെറ്റർ അയാളുടെ കയ്യിൽ കൊടുത്ത് അയാളെ ഡിവൈനിലേക്ക് പറഞ്ഞയച്ചു. അദ്ദേഹം ഡിവൈനിൽ വന്ന് ആ ആഴ്ചത്തെ ധ്യാനം കൂടിയതിന് ശേഷം ധ്യാനം തീർന്നു കഴിഞ്ഞപ്പോൾ ഈ എഴുത്ത് കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്നു. ഞാൻ വായിച്ചു നോക്കിയപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത്, ഇദ്ദേഹത്തിൻ്റെ ഭാര്യ നിങ്ങളുടെ ധ്യാനമന്ദിരത്തിലുണ്ട്, അതുകൊണ്ട് ഇവരെ ഒന്ന് കേട്ട് അവരുടെ പ്രശ്നങ്ങൾ ഒന്ന് പരിഹരിക്കണം എന്നാണ് അച്ഛൻ എഴുതിയിരിക്കുന്നത്. ഞാൻ അയാളെയും കൂട്ടിക്കൊണ്ട് എൻ്റെ മുറിയിലേക്ക് പോയി. അയാളുടെ ഭാര്യ ധ്യാനമന്ദിരത്തിലുള്ളത് കൊണ്ട് ഞാൻ ഉടനെ തന്നെ അവളെ വിളിപ്പിച്ചു. 2 പേർക്കും ഇരിക്കുവാനുള്ള സൗകര്യം കൊടുത്തു. ഒരു ചെറിയ പ്രാർത്ഥനയൊക്കെ ഞാൻ ചൊല്ലി. അതിനുശേഷം ഞാൻ ഭർത്താവിനോട് ചോദിച്ചു, എന്താ പറയാനുള്ളത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എന്ന്. തുടർന്ന് ഞാൻ ആ സഹോദരിയോട് ചോദിച്ചു, നിനക്ക് എന്താണ് പറയാനുള്ളത്? അപ്പോൾ അവൾ ആലോചിച്ചു, ഏതായാലും എല്ലാം തുറന്നു പറയാനായിട്ട് പറ്റിയൊരവസരമാണ്. അതുകൊണ്ട് അവൾ കുടുംബജീവിതം ആരംഭിച്ച കാലം മുതലുള്ള എല്ലാ കാര്യങ്ങളും എണ്ണിപ്പെറുക്കി പറയാനായിട്ട് തുടങ്ങി. ഞാനിങ്ങനെ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിൽ ചിന്തിച്ചു, ഇങ്ങനെയൊക്കെയാണ് ഭർത്താവിൽ നിന്ന് ഇവൾക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് എങ്കിൽ ഞാനെങ്ങാനും അല്പം നിർബന്ധിച്ച് ഇവളെ ഭർത്താവിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞയച്ചാൽ ഇയാളുടെ പഴയ സ്വഭാവം എങ്ങാനും എപ്പോഴെങ്കിലും പൊങ്ങി വന്നാൽ എന്തായിരിക്കും സ്ഥിതി? അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? ഇതിനെന്താണ് ഒരു പരിഹാര മാർഗം? ഞാനിങ്ങനെ ആലോചിക്കാൻ തുടങ്ങി. ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൾ എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചു. ഭർത്താവിനൊന്നും പറയാനുമില്ല. അവൾ പറയാനുള്ളതെല്ലാം പറയുകയും ചെയ്തു. പിന്നെ പറയേണ്ട ഏകയാൾ ഞാനാണ്. എനിക്കാണെങ്കിൽ ഒരു സൊല്യൂഷനും കിട്ടുന്നുമില്ല. എന്നാൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞേ പറ്റൂ. ഏതായാലും ഞാൻ അവളോട് ഇങ്ങനെ പറഞ്ഞു, സഹോദരി, ഏതായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, നമുക്കിനി എന്താ ചെയ്യേണ്ടത്? ഞാൻ അങ്ങോട്ട് പന്തിട്ട് കൊടുത്തു. ഉടനെ അവൾ പറയുക,
ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാച്ചാ? കല്യാണം കഴിച്ചു പോയില്ലേ? അതുകൊണ്ട് ഞാൻ എൻ്റെ ചേട്ടായിയുടെ കൂട്ടത്തിൽ പോവുകയെന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇനി പറയാൻ പോകുന്ന വാചകം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു സ്ത്രീ അവളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും വിഷമതകളുമെല്ലാം അവളെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയോട് അവൾക്ക് തന്നെ കേൾക്കാൻ കഴിയത്തക്കവണ്ണം സ്വരത്തിൽ അവൾ പങ്കുവെക്കുമ്പോൾ അവളുടെ നിരവധിയായ പ്രശ്നങ്ങൾക്ക് അവൾക്ക് തന്നെ ഉത്തരം കിട്ടുന്നു. വേറെ ആരും ഉത്തരം ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമില്ല. അവളുടെ തലയിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ അവളെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയോട് അവൾ തുറന്ന് സംസാരിക്കുമ്പോൾ അവൾക്ക് തന്നെ അവളുടെ നിരവധിയായ പ്രശ്നങ്ങൾക്ക് ഉത്തരം കിട്ടുന്നു. ദൈവം അങ്ങനെയാണ് ഒരു സംവിധാനം ചെയ്തു വച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഭർത്താക്കന്മാർ ഒന്ന് ചിന്തിക്കുക, ഭാര്യയെ കേൾക്കുന്നത് നല്ലതാണോ? പ്രൈസ് ദി ലോർഡ്. ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ പല കുടുംബങ്ങളിലും ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഭർത്താവിന് തൻ്റെ ഭാര്യയോട് ചെയ്യേണ്ട അടിസ്ഥാനപരമായ ഒരു നീതിയാണ് അവളെ കേൾക്കുക എന്ന കാര്യം. അപ്പോൾ അതിനുവേണ്ടി അല്പം സമയം മാറ്റിവെച്ചേ പറ്റുകയുള്ളൂ. ഒരിക്കൽ വിവാഹിതനായ ഒരു സഹോദരന് വിവാഹം കഴിഞ്ഞിട്ട് ഏതാണ്ട് 2 മാസമേ കഴിഞ്ഞുള്ളൂ. അദ്ദേഹം ഫോണിലൂടെ എന്നോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, എങ്ങനെയാച്ചാ ഈ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അദ്ദേഹം എന്നോട് ചോദിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഏതോ ഒരു പുസ്തകമോ ഒരു ലേഖനമോ വായിച്ച ഒരു അറിവ് എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ സമയം കൊടുക്കുക എന്നാണ് എൻ്റെ അർത്ഥം. നീ എന്തുമാത്രം സമയം കൊടുക്കുന്നു, അതാണ് നിന്റെ സ്നേഹത്തിൻ്റെ അടയാളം. സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ സമയം കൊടുക്കുക എന്ന് നമ്മൾ വ്യാഖ്യാനിച്ചാൽ, മനസ്സിലാക്കിയാൽ നമുക്ക് നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഒത്തിരി വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഒരു ശ്വാസോച്ഛ്വാസം പോലെ തന്നെ ആവശ്യമായ അവളുടെ മാനസികമായ സ്വസ്ഥതയ്ക്കും എല്ലാം ആവശ്യമായ ഒരു ഘടകമാണ് ഷെയർ ചെയ്യുവാനുള്ള അവളുടെ അവകാശം. ഒരു പെൺകുട്ടി വളർന്നു വരുന്നു. കുടുംബത്തിൽ അപ്പൻ വളരെ കോപ സ്വഭാവക്കാരനാണ്. അതുകൊണ്ട് തന്നെ അമ്മയും വളരെ കോപ സ്വഭാവമുള്ളവളാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കുടുംബത്തിൽ ഒരു പെൺകുട്ടി വളർന്നു വരുമ്പോൾ അവൾക്ക് അവളുടെ ഷെയർ ചെയ്യാനുള്ള പല അവളുടെ ആഗ്രഹങ്ങളും സന്ദർഭങ്ങളും അടിച്ചമർത്തപ്പെടുന്നു. അവൾക്ക് ഷെയർ ചെയ്യുവാനായിട്ട് ഭയം വരുന്നു. അങ്ങനെ അടിച്ചമർത്തപ്പെടുന്ന ഒരു മനസ്സ്, അങ്ങനെ ഭയമുള്ളൊരു മനസ്സ്, അതാണ് ആ പെൺകുട്ടിയിൽ രൂപം കൊള്ളുന്നതെങ്കിൽ പിന്നെ അവളിലുണ്ടാകുന്ന രീതി ഒരു വ്യത്യാസപ്പെട്ടതാണ്. അതായത് പിന്നെ അവൾ ഷെയർ ചെയ്യുന്ന പെൺകുട്ടിയല്ല, മൂഡ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയാണ്. മൂഡ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പെൺകുട്ടി എന്ന് പറയുന്നത് എന്താണ്? എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ പറയുകയില്ല, മുഖമെല്ലാം വീർപ്പിച്ച് ചിലപ്പോൾ ഭക്ഷണം കഴിക്കാതെ മാറി നിൽക്കുന്നു. എന്താണ് എന്ന് ആരെല്ലാം പുറകെ നടന്ന് ചോദിച്ചാലും പറയുകയില്ല. അങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ മൂഡ് ചേഞ്ച് ചെയ്ത് നടക്കും. കുറച്ച് കഴിയുമ്പോഴേക്കും വീണ്ടും സാധാരണ ലെവലിലേക്ക് വരുന്നു. കുറച്ച് സമയമെടുക്കുന്നത് മാത്രം. വീണ്ടും എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ ഇതുപോലെ തന്നെ മൂഡ് ചേഞ്ച് ചെയ്യുന്നു, മിണ്ടാതെ നടക്കുന്നു. അപ്പോൾ ഇങ്ങനെ മൂഡ് ചേഞ്ച് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഫോം ചെയ്യുന്നു. എന്താണ് എന്ന് പറയുകയില്ല. ഇനി കുറേ കഴിയുമ്പോഴേക്കും അവൾ വിവാഹം ചെയ്ത് ജീവിതം തുടങ്ങുന്നു. അങ്ങനെ തുടങ്ങിക്കഴിയുമ്പോൾ
ഭർത്താവും ഒരു ദേഷ്യ സ്വഭാവക്കാരനാണ് എങ്കിൽ അവിടെയും ഈ ക്യാരക്ടർ തന്നെയായിരിക്കും അവൾ പുലർത്തുക. വളരെ പെട്ടെന്ന് ആൾ മൂഡ് ഔട്ടാകുന്നു. എന്താണ് എന്ന് ചോദിച്ചാൽ അവൾ ഒട്ടും പറയുകയില്ല. ചോദിക്കും തോറും മിണ്ടാതെ കുത്തിയിരിക്കുന്നു. ചിലപ്പോൾ ഭക്ഷണം കഴിക്കാതെയൊക്കെ ഇരുന്നത് വരും. ഇങ്ങനെ ഈ മൂഡ് ഔട്ടായ ഈ സ്വഭാവം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ഒരു 70% പേര് ഒരു 35-36 വയസ്സൊക്കെ ആയിക്കഴിയുമ്പോൾ അവരിൽ ചിലരെല്ലാം ഡിപ്രഷൻ പേഷ്യൻ്റായിട്ട് മാറുന്നു. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിത പങ്കാളി, ഒരു കുടുംബ നായിക 35-36 വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ അവൾ ഒരു വിഷാദ രോഗിയായി തീരുക എന്ന് പറയുമ്പോൾ അതെത്ര വേദനാജനകവും ഭയങ്കരവുമാണ് എന്ന് ഓർക്കുക. അപ്പം അതുകൊണ്ട് വളരെയധികം പ്രാധാന്യം ഈ ഒരു കാര്യത്തിൽ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ടതാണ്. എന്തു തന്നെയായാലും ഭാര്യയെ കേൾക്കുവാനുള്ള മനസ്സ് ഉണ്ടാകണം. എങ്കിലേ നമ്മുടെ കുടുംബജീവിതം വിജയിക്കുകയുള്ളൂ. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉണ്ടാകുന്ന എല്ലാ അനുഭവങ്ങളും ഭർത്താവിനോട് പറയുവാൻ അവൾ ആഗ്രഹിക്കുന്നു. ഓരോ ദിവസവും ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ അവൾ ആഗ്രഹിക്കുന്നു. വൈകുന്നേരമാകുമ്പോഴേക്കും ഭർത്താവ് ജോലിയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴോ ഇന്ന് കുറേ കാര്യങ്ങളൊക്കെ തുറന്നു പറയണമെന്ന് അവൾ ആഗ്രഹിക്കുന്നു. പക്ഷേ അവൾ ഭർത്താവിലേക്ക് നോക്കുമ്പോൾ ഇന്ന് ഭർത്താവ് വളരെയധികം ടയേർഡായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവൾ തന്നെ മനസ്സിലാക്കുന്നു, ഇപ്പോൾ അങ്ങനെ പറയാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ലല്ലോ, എന്നാൽ പിന്നെ നാളെ പറഞ്ഞു കളയാം. നാളെ പറഞ്ഞു കളയാമെന്ന് അവൾ തീരുമാനിക്കുമ്പോൾ ഇന്ന് പറയാനുള്ള കാര്യങ്ങൾ അവൾ നീക്കിക്കളയുന്നില്ല. അത് നമുക്കിങ്ങനെ സങ്കല്പിക്കാം, തലയുടെ ഏതോ ഒരു ഭാഗത്ത് ഒരു കൊട്ട പോലെ ഒന്നുണ്ടെന്നും അതിൻ്റെ അകത്ത് അവൾ നിക്ഷേപിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അടുത്ത ദിവസം ഭർത്താവ് വരുമ്പോഴേക്കും പുള്ളിക്കാരൻ എന്തൊരു സുഖമില്ലാത്ത ഒരവസ്ഥയിലാണ് വരുന്നത്. ഇപ്പം പറഞ്ഞാലത് ശരിയായില്ല. അപ്പം അന്ന് പറയാനുള്ളതും ഈ കൊട്ടയ്ക്കകത്ത് നിക്ഷേപിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരേ സ്ഥലത്ത് തന്നെയാണ് അതിങ്ങനെ നിക്ഷേപിക്കുന്നത്. ഹല്ലേലൂയ. അതിനടുത്ത ദിവസം വരുമ്പോഴേക്കും പുള്ളി വളരെ ബിസി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോഴും പറയാൻ പറ്റിയ ഒരു സാഹചര്യമല്ലല്ലോ എന്നോർത്ത് അന്ന് പറയാനുള്ളതും ഈ കൊട്ടയ്ക്കകത്ത് ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ ഈ പറയാനുള്ള കാര്യങ്ങളൊക്കെ, പറയാത്ത ഈ കാര്യങ്ങളെല്ലാം, പങ്കുവയ്ക്കാത്ത ഈ കാര്യങ്ങളെല്ലാം ഈ കൊട്ടയ്ക്കകത്ത് ഇങ്ങനെ വന്ന് അതിൻ്റെ വക്ക് വരെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. ഇനി എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ കൊട്ട നിറയും. ഹല്ലേലൂയ. അപ്പോഴാണ് വീട്ടിലൊരു ചെറിയ സംഭവം ഉണ്ടായത്. അപ്പോഴേക്കും ഈ കൊട്ട നിറഞ്ഞു. കൊട്ട നിറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളിൽ ഈ കൊട്ട കവിഞ്ഞൊഴുകുകയല്ല ചെയ്യുക, ഈ കൊട്ട ഉൾപ്പെടെ മറിയുകയാണ് ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ഒരു ചെറിയ സംഭവമേ ഉണ്ടായുള്ളൂ, അവൾ പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടിത്തെറിച്ചു. പിന്നെ എന്തൊക്കെയാണ് ഇവൾ പറഞ്ഞതെന്ന് ഒരു പിടുത്തവുമില്ല. ഭർത്താവിൻ്റെ അപ്പൂപ്പനെ വരെ തെറി പറഞ്ഞു. ഹല്ലേലൂയ. പിള്ളേര് തന്നെ വിചാരിക്കും, എന്തൊക്കെയായി ഈ അമ്മ പറയുന്നത്, അവർക്ക് തന്നെ പിടുത്തം കിട്ടുന്നില്ല. പല ഭർത്താക്കന്മാരും ഇത്തരം സന്ദർഭങ്ങളിൽ ചിന്തിക്കുകയാണ്, അല്ല ഇവളിങ്ങനെ ചൂടാകാനായിട്ട് ഇവിടെ എന്തുണ്ടായി? ഹല്ലേലൂയ. അങ്ങനെ പറയുന്നപ്പോൾ ഗൗരവമായ സംഭവങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ. പിന്നെ എന്താണ് ഇവള് ഇങ്ങനെ വിളിച്ചു പറയുന്നത്? ഈ കൊട്ട മറിഞ്ഞതാണെന്ന് പല ഭർത്താക്കന്മാരും മനസ്സിലാക്കുന്നില്ല. ഹല്ലേലൂയ. അത് പറയുന്ന കാര്യങ്ങൾക്ക് ഒരു കണക്ഷനുമില്ല. പഴയതും പുഴിയതും എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് എല്ലാം കൂടെ കൂടി ഒരുമിച്ച് അവൾക്ക് തന്നെ അറിയാൻ പാടില്ലാത്ത വണ്ണം അവൾ വിളമ്പുകയാണ്. കുറേയെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ ശാന്തമായി കഴിഞ്ഞാൽ അവൾക്ക് തന്നെ നിശ്ചയില്ല എന്തൊക്കെയാണ് പറഞ്ഞത്. കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ ചില ഭാര്യമാർ വളരെ കൂളായിട്ട് ഭർത്താവിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറയും, ഞാൻ വല്ലതും പറഞ്ഞോ എന്ന്. അപ്പോൾ ചില വീടുകളിലെ ഷെയറിങ് എന്ന് പറയുന്നത് വല്ലപ്പോഴും ഇടയ്ക്ക് നടക്കുന്ന ഈ കൊട്ടമറിച്ചിലാണ്.
അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുന്നു, പൊട്ടിത്തെറിക്കുന്നു, അപ്പോൾ കുറേയൊക്കെ വിളിച്ചു പറയുന്നു. അങ്ങനെ ഷെയർ ചെയ്താണ് വലിയ കുഴപ്പമൊന്നും ആ രീതിയിൽ നീങ്ങുന്ന കുടുംബങ്ങളുണ്ട്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക. അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല. ഒരു കൂട്ടര് ജീവിതത്തിൽ ബലഹീനരാണെന്ന് അറിയുന്നവര്, മറ്റവര് അറിയാൻ പോകുന്നവര്. ഇങ്ങോട്ട് വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്, ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്. കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതിന്റെ വില